സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ ഓറഞ്ച് അലർട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകൾ ഒഴികെയുള്ള എല്ലാ ജില്ലകൾക്കും യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. കനത്ത മഴയിൽ ഇന്ന് 3 മരണം സംഭവിച്ചു. ആലപ്പുഴയിൽ എടത്വ, തലവടി പഞ്ചായത്തുകളിലെ പമ്പയാറിന്റെ താഴ്ന്ന തീരപ്രദേശങ്ങളിൽ വെള്ളം കയറി. തുറവൂർ അരൂർ പാതയിൽ KSRTC ബസ് കുഴിയിൽ വീണ് അപകടമുണ്ടായി. കോഴിക്കോട് കുറ്റ്യാടിയിൽ മിന്നൽ ചുഴിയിൽ നിരവധി മരങ്ങൾ കടപുഴകി. വയനാട്ടിലും കനത്ത മഴയാണ്. കൽപ്പറ്റ ബൈപ്പാസിൽ ഉരുൾപൊട്ടലുണ്ടെന്നാണ് സംശയം. ആലപ്പുഴയിൽ നിന്ന് നിഷ ദിലീപും കോഴിക്കോട് ആനന്ദ് പുതുരം, വയനാട്ടിൽ നിന്ന് അർജുൻ PS ഉണ്ട്. ആദ്യം നിഷയിലേക്കാണ്. നിഷ, മഴയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ വെള്ളക്കെട്ടൊക്കെ ഉണ്ടെന്ന് മനസ്സിലാകുന്നു. അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? മഴയുടെ സാഹചര്യം എങ്ങനെയാണ്? ലക്ഷ്മി, അപ്പർ കുട്ടനാട്ടിൽ ജലനിരപ്പ് നേരിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. കനത്ത മഴയും ഒപ്പം തന്നെ കിഴക്കൻ വെള്ളത്തിന്റെ വരവും വർദ്ധിച്ചതോടെയാണ് അപ്പർ കുട്ടനാട്ടിൽ ജലനിരപ്പ് നേരിയ തോതിൽ ഉയർന്നു തുടങ്ങിയത്. തലവടി പഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശങ്ങൾ, പമ്പയാറിന്റെ തീരത്തുള്ള പ്രദേശങ്ങളെല്ലാം തന്നെ ഏതാണ്ട് വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. പമ്പ നദിയിലും മണിമലയാറ്റിലും ജലനിരപ്പ് ഉയരുന്നുണ്ട്. തലവടി പഞ്ചായത്തിന്റെ 3-ാം വാർഡ് പൂന്തുരുത്തി, 4-ാം വാർഡായ നെരവംതറ, 7-ാം വാർഡായ കുന്നുമ്മാടി, കുതിരച്ചാൽ പ്രദേശങ്ങൾ, ഈ കുന്നുമ്മാടി, കുതിരച്ചാൽ പ്രദേശങ്ങളിലാണ് ഇത്തരത്തിൽ മഴ കൂടുന്ന സമയത്ത് വലിയ രീതിയിൽ വെള്ളക്കെട്ട് ഉണ്ടാവുന്നത്. അത് അവിടെ സ്ഥിരമായുള്ള കാര്യമാണ്. ആ പ്രദേശങ്ങളെല്ലാം തന്നെ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ദുരിതാശ്വാസ ക്യാമ്പുകളൊന്നും തുറന്നിട്ടില്ല. പ്രദേശത്തെ തോടുകൾ ഒക്കെ കരകവിഞ്ഞൊഴുകുന്നുണ്ട്. മഴ നീണ്ടു നിന്നാൽ മിക്കവാറും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നേക്കാനുള്ള സാഹചര്യം ആലപ്പുഴയിൽ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഒപ്പം തന്നെ ഇന്നലെയുണ്ടായ ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണ് നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അമ്പലപ്പുഴ, പുറക്കാട്, ഒപ്പം തന്നെ അപ്പർ കുട്ടനാടൻ പ്രദേശങ്ങൾ, ആ ഭാഗങ്ങളിലൊക്കെ മരങ്ങൾ വീണ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഈ വെള്ളപ്പൊക്ക ദുരിതം ഏറെ അനുഭവിക്കുന്ന, ഞാൻ നേരത്തെ സൂചിപ്പിച്ച അപ്പർ കുട്ടനാടൻ മേഖലകളായ തലവടി പോലുള്ള ഭാഗങ്ങളിൽ ഈ NDRFന്റെ സംഘം എത്തിയിട്ടുണ്ട്. ഏതെങ്കിലും അടിയന്തര ഘട്ടമുണ്ടായാൽ ദുരിതബാധിത പ്രദേശത്ത് നിന്ന് ആളുകളെ ഒഴിപ്പിക്കാനും ദുരിതബാധിതർക്ക് ലഭ്യമായ സേവനം നൽകാനുമാണ് NDRF സംഘം ആലപ്പുഴയിൽ എത്തിയിട്ടുള്ളത്. മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസം, അതായത് തിങ്കളാഴ്ച ഉണ്ടായ ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ് ദമ്പതികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആ ദമ്പതികളിൽ ഭർത്താവ് അല്പസമയം മുമ്പ് മരിച്ചിട്ടുണ്ട്. ആലപ്പുഴ ആറാട്ടുവഴി സ്വദേശിയായ ഉനൈസ്, 30 വയസ്സ് ഉനൈസ് ആണ് അല്പസമയം മുമ്പ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് മരിച്ചത്. തിങ്കളാഴ്ചയുണ്ടായ ശക്തമായ കാറ്റിനെ തുടർന്നാണ് മരം വീണ് ഉനൈസിന് പരിക്കേറ്റത്. ഉനൈസിന്റെ ഭാര്യയ്ക്കും പരിക്കേറ്റിട്ടുണ്ട്. ഉനൈസിന്റെ പരിക്ക് ഗുരുതരമായിരുന്നു. അദ്ദേഹം അല്പസമയം മുമ്പ് മരിച്ചിട്ടുണ്ട്. അങ്ങനെ മഴ, ആലപ്പുഴയിൽ മഴയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മഴ മാറി നിൽക്കുന്നുണ്ട്. മഴ ഇല്ലാത്തൊരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. പക്ഷെ രാവിലെയും ഒപ്പം തന്നെ ഇന്നലെ രാത്രിയിലും ഒക്കെ ഇടവിട്ട് ശക്തമായ മഴ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പല ഇടങ്ങളിലും വെള്ളക്കെട്ട് ഉണ്ടായിട്ടുണ്ട്. ലക്ഷ്മി, ശരി. നിഷ, തുടരണേ. ഇപ്പോൾ ആനന്ദ് കൂടി ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. ആനന്ദ്, ഈ മഴയ്ക്കൊപ്പം കാറ്റുമുണ്ടല്ലോ, അത് വലിയ പ്രശ്നമാണ്. കോഴിക്കോട് കുറ്റ്യാടിയിൽ മിന്നൽ ചുഴിയിൽ നിരവധി മരങ്ങൾ കടപുഴകി എന്നുള്ളതാണല്ലോ. ഈ മഴയുമായി ബന്ധപ്പെട്ട, മഴക്കെടുതികളുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് മാറി നിൽക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഈ മലയോര പ്രദേശങ്ങളിൽ ഇപ്പോഴും ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ട് എന്നുള്ള ഒരു വാർത്തയാണ് പറയാൻ വരുന്നത്. പ്രത്യേകിച്ച് ഈ കുറ്റ്യാടി, ബാലുശ്ശേരി മേഖലകളിലെല്ലാം അത്തരത്തിൽ കനത്ത മഴ പെയ്യുന്നുണ്ട്. രാവിലെ മുതൽ കാര്യമായിട്ട് തന്നെ മഴയുണ്ടായിരുന്നു. എന്തായാലും ഈ കൺട്രോൾ റൂം ഇപ്പോൾ ജില്ലയിൽ ശക്തമാണ്. കഴിഞ്ഞ 24 മണിക്കൂറിലൂടെ ഉണ്ടായ മഴയിൽ കനത്ത വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ തന്നെയാണ് ജില്ലയിൽ ഉടനീളം ഉണ്ടായിട്ടുള്ളത്. ഏകദേശം 30ഓളം വീടുകൾ ഭാഗികമായി തകർന്നിട്ടുണ്ട്. മാത്രമല്ല, കോഴിക്കോട് താലൂക്കിലാണ് ഏറ്റവും അധികം ദുരിതം വിതച്ചത് കഴിഞ്ഞ ഈ മഴക്കെടുതി. പ്രത്യേകിച്ച് 5 തരത്തിലേക്കുള്ള 5 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഈ കോഴിക്കോട് താലൂക്കിൽ മാത്രം ഇപ്പോൾ സജ്ജീകരിച്ചിട്ടുള്ളത്. ഏകദേശം 36ഓളം ആളുകളെ അത്തരത്തിൽ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. മാത്രമല്ല, 10-20ഓളം കുടുംബങ്ങളെ അവരുടെ ബന്ധുവീടുകളിലേക്കും മാറ്റി പാർപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. മാത്രമല്ല, ഈ ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. DTPC കീഴിലുള്ള എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും അധികൃതർ അവധിയാക്കിയിട്ടുണ്ട്. ഈ കടൽ പ്രക്ഷോഭം ഇപ്പോഴും തുടരുന്നുണ്ട്. പ്രക്ഷുബ്ധം തന്നെയാണ് കടൽ. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികളോട് യാതൊരു കാരണവശാലും ഇന്ന് കടലിലേക്ക് പോകരുത് എന്നുള്ള ഒരു നിർദ്ദേശവും കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇന്ന് രാവിലെ അടക്കം ചില പ്രദേശങ്ങളിൽ ഈ വീടിലെ കിണറുകൾ ഇടിഞ്ഞു താഴുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നലെ തൊട്ട് തന്നെ അത്തരത്തിലുള്ള വാർത്ത, അതായത് ഈ മഴ ശക്തിയായതോടുകൂടി തന്നെ പല വീടുകളിലെയും കിണറുകൾ ഇടിഞ്ഞു താഴുന്ന ഒരു സാഹചര്യമുണ്ട്. അതാണ് ആളുകളെ ഏറ്റവും കൂടുതൽ ഭയപ്പാടിലാക്കുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ അതുമായി ബന്ധപ്പെട്ട അപകടങ്ങളും കൂടുന്നുണ്ട്. എന്തായാലും കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശമുണ്ട്. ഈ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. അത് റെഡ് അലർട്ട് ആവാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാനാവില്ല. മാത്രമല്ല, അനാവശ്യമായിട്ടുള്ള യാത്രകൾ ആളുകൾ ഒഴിവാക്കണമെന്നുള്ള ഒരു നിർദ്ദേശം ഈ കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. എന്തായാലും മഴ കനക്കും എന്ന് തന്നെയാണ് പൊതുവെ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ലക്ഷ്മി, യെസ്. വയനാട്ടിൽ നിന്ന് അർജുൻ PS ഉണ്ട്. അർജുൻ, വയനാട്ടിൽ ഈ
മഴയെ തുടർന്നുണ്ടായ കാറ്റ്, അങ്ങനെ ചുരത്തിലൊക്കെ ഇന്നലെ മരമൊക്കെ വീണ് ഗതാഗത തടസ്സമൊക്കെ ഉണ്ടായ സാഹചര്യമൊക്കെ ഉണ്ടായി. ഇപ്പോൾ അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? വലിയ രീതിയിലുള്ള മഴയാണ് വയനാട്ടിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ വയനാട് കൽപ്പറ്റ ബൈപ്പാസ് റോഡിൽ ഇത്തരത്തിൽ ഒരു ഉരുൾപൊട്ടലിന് സമാനമായി വെള്ളം കുത്തിയൊലിക്കുന്ന ഒരു വാർത്ത നമ്മൾ നേരത്തെ നൽകിയിരുന്നു. അത്തരത്തിൽ ഗതാഗത തടസ്സം, പൂർണ്ണമായി ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. വലിയ ഉരുളൻകല്ലുകളൊക്കെ ആ റോഡിലേക്ക് വീണ് ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും ഒക്കെ യഥാർത്ഥ സമയത്തുള്ള ഇടപെടൽ മൂലം ഇത്തരത്തിലുള്ള കല്ലുകളൊക്കെ മാറ്റി ഇപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ നൂൽപ്പുഴയിലടക്കം ബത്തേരിയിലടക്കം വിവിധ പ്രദേശങ്ങളിൽ ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല പനമരത്തടക്കം, അതായത് വയനാട്ടിൽ എത്രയും പെട്ടെന്ന് തന്നെ വെള്ളം കയറുന്ന ഒരിടമാണ് പനമരം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ പനമരത്തെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കയറി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല മാനന്തവാടി ഭാഗത്തും ചിലയിടങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. വാളാട്, അതുപോലെ തന്നെ കുളത്താട പ്രദേശങ്ങളിൽ പൂർണ്ണമായും വെള്ളം കയറിയ അവസ്ഥയുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തിനാ തന്നെയും വലിയ രീതിയിലുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം കളക്ടർ കഴിഞ്ഞ ദിവസം തന്നെ പുറപ്പെടുവിച്ചിരുന്നു. അതായത് വിനോദസഞ്ചാര മേഖലയിലേക്ക് വരുന്നവർ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. മാത്രമല്ല പൈതൃക ഗ്രാമം, അതായത് എന്നൂര് പൈതൃക ഗ്രാമം അടക്കമുള്ള സ്ഥലത്തേക്ക് പ്രവേശനം നിഷേധിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ പോകരുതെന്നുള്ള നിർദ്ദേശം കൂടി ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട്. മാത്രമല്ല നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കോരിച്ചൊരിയുന്ന മഴയാണ് വയനാട്ടിൽ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അതിശക്തമായ മഴ തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കയറിയ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല വിവിധ സ്ഥലങ്ങളിൽ ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട്. വിവിധ ക്യാമ്പുകളിലായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഓരോ ക്യാമ്പിലും 50-ലധികം കുടുംബങ്ങളുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരത്തിൽ നൂൽപ്പുഴ ബത്തേരി ഭാഗങ്ങളിലാണ് ഇപ്പോൾ ക്യാമ്പ് അധികമായിട്ടുള്ളത്. എന്തിനാൽ തന്നെയും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ലക്ഷ്മി. യെസ്, അർജുൻ തുടരുക. ഇനി വീണ്ടും നിഷയിലേക്ക് പോവുകയാണ്. നിഷ, ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നു. പക്ഷെ അങ്ങനെ ആണെങ്കിൽ കൂടി ഇനിയും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കാരണം ഈ വെള്ളം ഇങ്ങനെ ഉയരുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തെ തുടർന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ലക്ഷ്മി, ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇത്തരത്തിൽ മഴ രൂക്ഷമായി പെയ്യുകയാണെങ്കിൽ കുട്ടനാടൻ മേഖലകളാണ്, അപ്പർ കുട്ടനാടൻ മേഖലകളാണ് ദുരിതത്തിലാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ NDRFന്റെ സംഘമടക്കം കുട്ടനാട് എടത്തുവയിൽ ക്യാമ്പ് ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു കാരണം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആലപ്പുഴയിൽ പെയ്യുന്ന മഴ മാത്രമല്ല, കിഴക്കൻ മലയോര മേഖലകളായ കോട്ടയം, പത്തനംതിട്ട മേഖലകളിലൊക്കെ ശക്തമായ മഴ പെയ്യുകയാണെങ്കിൽ ആ കിഴക്കൻ വെള്ളം ആലപ്പുഴയിലെ കുട്ടനാട്ടിലേക്ക് ഒഴുകിയെത്തും. ഈ കുട്ടനാട്ടിലേക്ക് ഈ പെയ്ത്ത് വെള്ളം, കിഴക്കൻ വെള്ളം ഒഴുകിയെത്തുന്നതോടെയാണ് അപ്പർ കുട്ടനാടൻ മേഖലകളൊക്കെ നിരണം, വിയ്യപുരം, എടത്തുവ, തലവടി പോലുള്ള ഭാഗങ്ങളെല്ലാം വെള്ളക്കെട്ടിലാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ നേരത്തെ ഞാൻ പറഞ്ഞ ഭാഗം അപ്പർ കുട്ടനാടൻ മേഖലകളായ തലവടി, വിയ്യപുരം പോലുള്ള പ്രദേശങ്ങൾ, ചക്കുളത്തുകാവ് അതുപോലുള്ള പ്രദേശങ്ങളിലൊക്കെ ഇപ്പൊ തന്നെ ഏതാണ്ട് ഒഴുക്കുവെള്ളം വരുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല പമ്പയാറ്റിലും മണിമലയാറ്റിലും അടക്കം ജലനിരപ്പ് ഉയരുന്നുണ്ട്. ഈ ജലനിരപ്പ് ഉയരുമ്പോഴും അങ്ങനെ പാടശേഖരങ്ങളിലൊക്കെ വെള്ളം നിറയുമ്പോഴും ഇതിന് അടുത്ത് താമസിക്കുന്ന ആളുകളുടെ വീടുകളിലേക്ക് വെള്ളം ഒഴുകിയെത്തും. വീടുകളെല്ലാം വെള്ളത്തിലാകും. അതുകൊണ്ട് മഴ നിലവിൽ ആലപ്പുഴ ജില്ലയിൽ പെയ്യുന്നില്ല എങ്കിൽ പോലും ഈ കിഴക്കൻ വെള്ളത്തിന്റെ ഒഴുക്ക് കുട്ടനാടൻ, അപ്പർ കുട്ടനാടൻ മേഖലകളെ ബാധിക്കും. അതുകൊണ്ട് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ ഏത് സമയത്ത് തുടങ്ങുമെന്നുള്ള കാര്യം പറയാൻ കഴിയില്ല. എന്തായാലും ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ജില്ലാ ഭരണകൂടം പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എപ്പോൾ വേണമെങ്കിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങാം. ഏറ്റവും ആദ്യം ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങുന്നതും ഈ അപ്പർ കുട്ടനാടൻ മേഖലകളിലാണ്. എന്തായാലും ഈ പാടശേഖരങ്ങളിലെ വെള്ളക്കെട്ട്, ഒപ്പം തന്നെ കിഴക്കൻ വെള്ളം ശക്തമായി ഒഴുകി വരുന്നുണ്ട്. ഇതെല്ലാം ഏത് രീതിയിൽ വേണമെങ്കിലും വെള്ളക്കെട്ട് ഉയരാനുള്ള സാധ്യതയും ഒപ്പം തന്നെ ഈ വീടുകളൊക്കെ വെള്ളത്തിനുള്ള സാധ്യതയും ഒക്കെ വർദ്ധിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഇതിനെതിരെ, അതായത് ദുരിതാശ്വാസ ക്യാമ്പുകൾ അടക്കം തുടങ്ങി ആളുകളെ മാറ്റാനുള്ള തയ്യാറെടുപ്പുകളും ഒക്കെ ജില്ലാ ഭരണകൂടം പൂർത്തിയാക്കിയിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിൽ ഈ വെള്ളക്കെട്ട് പലയിടങ്ങളിലും രൂക്ഷമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട്. നിലവിൽ മഴ പെയ്യുന്നില്ല എങ്കിൽ പോലും കിഴക്കൻ വെള്ളത്തിന്റെ വരവ് ശക്തമായി തുടരുന്നു. അതുകൊണ്ട് തന്നെ ഒരു വെള്ളപ്പൊക്ക സാധ്യത അടക്കം മുന്നിൽ കണ്ടുകൊണ്ടാണ് ജില്ലാ ഭരണകൂടം ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ NDRF സംഘവുമുണ്ട്. ഒരുപക്ഷെ പ്രളയ ഭീഷണി ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഈ വീടുകൾ വെള്ളം കയറുന്നപ്പോൾ തന്നെ മരങ്ങൾ വീണും വീടുകൾക്ക് കേടുപാട് സംഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത വേണമെന്നുള്ളതാണ്. നിഷ, ഒറ്റ കാര്യം കൂടി, ഈ ദേശീയപാത വികസനവും നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ KSRTC ബസ് ഇന്ന് രാവിലെ കുഴിയിൽ വീണു. എന്തായാലും അപകടമൊന്നും അങ്ങനെ സംഭവിച്ചില്ല. യാത്രക്കാരെ മറ്റൊരു ബസ്സിൽ കയറ്റി വിട്ടു എന്നുള്ളൊരു വാർത്തയും കൂടി ഉണ്ടല്ലോ.
അതെ, ഈ ദേശീയപാതയുടെ പണി നടക്കുന്നു, ഒപ്പം തന്നെ അതിരൂക്ഷമായ വെള്ളക്കെട്ടും ഈ പെയ്ത്ത് വെള്ളവും മഴയും ഒക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ വളരെ കഠിനമാണ് ആലപ്പുഴ എറണാകുളം റൂട്ടിലുള്ള യാത്ര. തുറവൂർ അരൂർ ദേശീയപാതയിൽ വലിയ കുടികൾ, ദേശീയപാതയുടെ പണി നടക്കുന്നത് കൊണ്ട് തന്നെ ഈ ചെറിയ രീതിയിൽ നേരത്തെ ഗതാഗത കുരുക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിരൂക്ഷമായ ഗതാഗത കുരുക്ക്, ഈ വെള്ളക്കെട്ട് കൂടി വന്നതോടുകൂടി ഗതാഗത കുരുക്ക് അതിരൂക്ഷമാണ്. ഇന്ന് രാവിലെയാണ് പത്തനംതിട്ട കോഴിക്കോട് സൂപ്പർഫാസ്റ്റ് ബസ് തുറവൂർ അരൂർ പാതയിൽ കുഴിയിൽ വീണത്. ബസ് ഉയർത്താൻ കഴിയാതെ വന്നതോടുകൂടി തന്നെ യാത്രക്കാരെ മറ്റൊരു ബസ്സിൽ കയറ്റി വിട്ടിട്ടുണ്ട്. അരൂർ പെട്രോൾ പമ്പിന് മുന്നിലാണ് ഇന്ന് രാവിലെ KSRTC ബസ് കുഴിയിൽ വീണത്. എലിവേറ്റഡ് ഹൈവേ നിർമ്മാണം അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഈ ഗതാഗത കുരുക്കും യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതും ഒക്കെ തന്നെ നിത്യ സംഭവങ്ങളാണ്. ഇന്ന് രാവിലെ ഇത്തരത്തിൽ ഈ ബസ് കുഴിയിൽ വീണിട്ടുണ്ട്. ഈ ദേശീയപാതയുടെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ മിക്കവാറും ഇനി വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ KSRTC ഗതാഗതം മറ്റു വഴിയിലൂടെ തിരിച്ചു വിടാറുണ്ട് സാധാരണ. പക്ഷെ അങ്ങനെ ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ കുഴിയിൽ വീണ ബസ് ഉയർത്താൻ കഴിയാത്തൊരു സാഹചര്യവും ഉണ്ടായിരിക്കുന്നത്. ലക്ഷ്മി. ശരി നിഷ. ആലപ്പുഴയിൽ നിന്ന് നിഷയാണ് മഴയുമായി ബന്ധപ്പെട്ട സാഹചര്യം, മഴക്കെടുതികൾ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ആനന്ദ് തുടരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. ആനന്ദ്, ഈ പ്രളയ സാധ്യതയില്ല, നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ജലാശയങ്ങളിലൊക്കെ ജലനിരപ്പ് ഉയർന്നു, അണക്കെട്ടുകൾ നിറഞ്ഞു, പക്ഷേ പ്രളയ സാധ്യതയില്ല. മാത്രമല്ല NDRF സംഘം എത്തിയിട്ടുണ്ട് 9ഓളം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇനിയും ശ്രദ്ധിക്കണം. അലർട്ടുകൾ ഇങ്ങനെ തുടരുകയാണ്. ഈ കാലവർഷം ശക്തി പ്രാപിക്കുന്നു, ഇനിയും ന്യൂനമർദ്ദം വരുന്നുണ്ട് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഇനിയും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി എന്താണ് എന്നുള്ളതാണ്. സംബന്ധിച്ചിടത്തോളം നീരൊഴുക്ക് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നാണ് നമുക്ക് അല്പസമയം മുമ്പ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഈ പുഴയുടെ ഇരുവശത്ത് താമസിക്കുന്ന ആളുകൾ കൃത്യമായിട്ടുള്ള ഒരു ജാഗ്രത പാലിക്കണമെന്ന് ഇപ്പോൾ ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്. അതായത് ഈ വെള്ളം കയറുന്നതിനെ വെള്ളം കയറുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യാതെ അതിന് മുമ്പ് തന്നെ അത്തരത്തിലുള്ള ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. മാത്രമല്ല ഈ വീടുകളിൽ താമസിക്കുന്നവർ, പ്രത്യേകിച്ച് ഈ മേൽക്കൂരകളെല്ലാം വളരെ ദുർബലമായിട്ടുള്ള വീടുകളിൽ താമസിക്കുന്നവർ അധികം താമസിയാതെ തന്നെ ബന്ധുവീടുകളിലേക്കോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കോ മാറണമെന്നുള്ള ഒരു മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു അപകടം വരുന്നത് വരെ അത്തരത്തിൽ കഴിയുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു നിർദ്ദേശങ്ങളുമായി ഇപ്പോൾ അധികൃതർ ഭരണകൂടം രംഗത്തെത്തിയിട്ടുള്ളത്. മാത്രമല്ല ഈ കോഴിക്കോട് താലൂക്കിൽ തന്നെ ഏകദേശം 5 സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. 36-ലധികം ആളുകൾ ഇപ്പോൾ തന്നെ അവിടെ ഉണ്ട്. കൂടുതൽ ആളുകൾ വരും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട രീതികൾ കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം കൃത്യമായി തന്നെ കോഴിക്കോട് ജില്ലയിൽ എന്തായാലും നടപ്പിലാക്കുന്നുണ്ട്. മാത്രമല്ല ഈ പരസ്യ ബോർഡുകൾ, പ്രത്യേകിച്ച് വലിയ പരസ്യ ബോർഡുകൾ, അത്തരത്തിൽ വലിയ മരങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുടെ അടിയിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ ശ്രദ്ധ പുലർത്തണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മലയോര പ്രദേശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലുമുള്ള ഒരു സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ അത്തരം പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് അവിടുന്ന് മാറി താമസിക്കണം. അത് രാത്രി അവർക്ക് പകൽ തന്നെ മാറി താമസിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണമെന്നുള്ള ഒരു നിർദ്ദേശവും ഇപ്പോൾ വന്നിട്ടുണ്ട്. ഈ തീരദേശ മേഖലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കടലാക്രമണം രൂക്ഷമാണ്, പ്രക്ഷുബ്ധമാണ്. ഒരു മത്സ്യത്തൊഴിലാളി പോലും യാതൊരു കാരണവശാലും കടലിലേക്ക് ഈ 2 ദിവസം പോകരുതെന്നുള്ള ഒരു നിർദ്ദേശവും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ നൽകിയിട്ടുണ്ട്. ഇനി അഥവാ അത്തരത്തിൽ കടലാക്രമണം രൂക്ഷമാകുന്ന സാഹചര്യമാണെങ്കിൽ തന്നെ അതുമായി അതിൻ്റെ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രത്യേകിച്ച് ജില്ലയിൽ ഓറഞ്ച് അലർട്ട് ആണെങ്കിൽ കൂടി അത് എപ്പോൾ വേണമെങ്കിലും മാറാനുള്ള ഒരു സാഹചര്യമുണ്ട്. കാരണം ഈ കനത്ത മഴ തുടരുന്ന സാഹചര്യമായതുകൊണ്ട് തന്നെ ഓറഞ്ച് അലർട്ടായിട്ട് കൂടി ജില്ലയിലെ പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം മുടവ് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെല്ലാം അടച്ചിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. എന്തായാലും ആളുകൾ കൃത്യമായി ജാഗ്രത പുലർത്തണം. അപകടകരമായിട്ടുള്ള സമയത്ത് അല്ലെങ്കിൽ അപകടകരമായിട്ടുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവർ തൊട്ടടുത്ത ദുരിതാശ്വാസ ക്യാമ്പിൽ അല്ലെങ്കിൽ അവരുടെ ബന്ധുവീടുകളിലേക്ക് മാറണമെന്ന കർശന നിർദ്ദേശം ഇപ്പോൾ ഭരണകൂടം പുറത്തിറക്കിയിട്ടുണ്ട്. ലക്ഷ്മി. തീർച്ചയായും ആനന്ദാണ് വിവരങ്ങൾ നൽകിയത്. വയനാട്ടിൽ നിന്ന് അർജുനും തുടരുന്നുണ്ട്. അർജുൻ, തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിലെല്ലാം മുന്നറിയിപ്പുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരും. വയനാട്ടിൽ ഓറഞ്ച് അലേർട്ടാണ്. അർജുൻ പറഞ്ഞാൽ ഇപ്പോഴും അവിടെ അതിശക്തമായ മഴ തന്നെയാണ്. മഴക്കെടുതികളുണ്ട്. അത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെയാണ്. ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്കൊക്കെ വരുമ്പോൾ, മഴയ്ക്കൊപ്പം കാറ്റും കൂടി വരുമ്പോൾ അതെല്ലാം മറ്റ് ഗതാഗതം പുനഃസ്ഥാപിക്കുന്ന നടപടികളൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ പറഞ്ഞതുപോലെയാണ് ഈ മഴ ഇങ്ങനെ തുടരുന്ന പശ്ചാത്തലത്തിൽ, അലേർട്ടുകൾ മാറാത്ത പശ്ചാത്തലത്തിൽ വെച്ചാൽ അതിജാഗ്രത വേണ്ടുന്ന അലർട്ടുകളാണല്ലോ, ആളുകൾ സ്വയം എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. തീർച്ചയായും ലക്ഷ്മി, സ്വയം തന്നെ പ്രതിരോധം തീർക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ വഴി. അതായത് മറ്റു ഭരണകൂടങ്ങളെ കാത്തു നിൽക്കാതെ അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങളെ കാത്തു നിൽക്കാതെ സ്വയം തന്നെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഈ മഴവെള്ളപ്പാച്ചിലിനെതിരെയുള്ള നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. മാത്രമല്ല നേരത്തെ നമ്മൾ സൂചിപ്പിച്ച വയനാടിനെ സംബന്ധിച്ചിടത്തോളം വലിയ വനസമ്പത്ത് ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ്. എന്നാൽ ആ വനസമ്പത്ത് നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അത്തരത്തിൽ വരുമ്പോഴാണ് ഇത്തരത്തിൽ ആ വെള്ളം കുത്തിയൊലിച്ച് വരുമ്പോൾ, ഇത്തരത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുമ്പോൾ അതിനെ താങ്ങി നിർത്താൻ കഴിയാത്തത്. അതിനെതിരെ
കൃത്യമായി തന്നെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഇത്തരത്തിൽ വനം നശിപ്പിക്കുന്നതിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം വയനാട്ടിൽ ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതൊക്കെ കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ ഇത്തരത്തിൽ ഈ പ്രളയത്തെ തടഞ്ഞു നിർത്തുവാനും അല്ലെങ്കിൽ ഈ വെള്ളം കുതിച്ചു ചാടി വരുന്നതിനെ തടഞ്ഞു നിർത്താനും കഴിയുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ഇത്തരത്തിൽ ഈ പ്രളയം ഉണ്ടാവുകയാണെങ്കിൽ സർക്കാർ പറയുന്നത് പോലെ അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങൾ പറയുന്നത് പോലെ എത്രയും പെട്ടെന്ന് തന്നെ ക്യാമ്പുകളിലേക്ക് മാറേണ്ടത് അത്യാവശ്യമാണ്. പലയിടങ്ങളിലും ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പല ആളുകളും ഇപ്പോൾ ക്യാമ്പിലേക്ക് പോകാൻ മടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളിലേക്ക് പോകാതെ ഈ സാഹചര്യത്തിൽ ക്യാമ്പുകളിലേക്ക് കൃത്യമായി എവിടെയാണോ ക്യാമ്പുകൾ അങ്ങോട്ട് പോവുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യുവാൻ കഴിയുന്നത്. മാത്രമല്ല ഇത്തരത്തിൽ വൈദ്യുതി തടസ്സം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. നിരവധി സ്ഥലങ്ങളിലാണ് വൈദ്യുതി ലൈൻ പൊട്ടി വീണത്. ഇത് അപകടമുണ്ടാകുവാനുള്ള ഒരു കാരണവുമുണ്ട്. ഇത്തരത്തിലുള്ള വൈദ്യുതികൾ ലൈൻ എത്രയും പെട്ടെന്ന് മാറ്റുക എന്നുള്ളതാണ് KSEBയുടെ മുന്നിലെ ഏറ്റവും വലിയ ഉദ്യമം. അത്തരത്തിൽ KSEB വലിയ കാര്യക്ഷമമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ജനങ്ങൾ കൂടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ഇത്തരത്തിൽ വൈദ്യുതി ലൈൻ പൊട്ടി വീണിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി തന്നെ KSEB അറിയിക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. അത്തരത്തിൽ ഒരു മിടുക്കൻ ഇത്തരത്തിൽ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് സ്കൂളിൽ പോയി വരുമ്പോൾ ഇത്തരത്തിൽ വൈദ്യുതി ലൈൻ പൊട്ടി വീഴുന്നത് കണ്ടിട്ട് അത് വീട്ടിൽ ചെന്ന് പറയുകയും അതിലൂടെ വലിയ ഒരു ദുരന്തം ഒഴിവാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ നേരത്തെ കണ്ടതാണ്. അത്തരത്തിൽ ആ ഒരു വിവേകം, ആ കുട്ടിയുടെ വിവേകമെങ്കിലും കാണിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ ഒരു സാഹചര്യത്തിൽ. ആ ഒരു സാഹചര്യത്തിലാണ് വലിയ രീതിയിലുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം കേരളത്തിൽ ഒട്ടാകെ നൽകിയിട്ടുണ്ട് ഉള്ളത്. മാത്രമല്ല കഴിഞ്ഞ തവണ നമ്മൾ തന്നെ കണ്ടതാണ് ഈ ഇത്തരത്തിലുള്ള ഡാമുകളൊക്കെ തുറന്നുവിടുന്നത്. അത് അശാസ്ത്രീയമായ രീതിയിൽ ഡാമുകൾ തുറന്നുവിട്ടതിലുള്ള വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ഒരു ആളുകൾ കൂടിയാണ് നമ്മൾ. അത്തരത്തിൽ ഡാമുകൾ തുറക്കുമ്പോൾ കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. എത്ര അളവിൽ വെള്ളം പുറത്തേക്ക് പോകുമെന്നുള്ളത് കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ അവിടെയുള്ള ഡാമിന് താഴെയുള്ള ജനങ്ങൾ എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ആ ജനങ്ങൾക്ക് എത്രത്തോളം ബാധിക്കും എന്നുള്ള കാര്യങ്ങൾ അടക്കം പരിശോധിക്കേണ്ടത് ഒരു നമ്മളുടെ മുൻപിൽ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള സാഹചര്യം അനുഭവിച്ചതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കൃത്യമായ കാര്യങ്ങൾ അന്വേഷിച്ചതിന് ശേഷമായിരിക്കും അല്ലെങ്കിൽ പഠിച്ചതിന് ശേഷമായിരിക്കും സർക്കാരും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും മറ്റു നടപടികൾ എടുക്കുക എന്നുള്ളതാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. മാത്രമല്ല സംസ്ഥാനത്ത് അതിശക്തമായ മഴയാണ്. മഴ മുന്നറിയിപ്പുകളുണ്ട്. ജാഗ്രതയും കരുതലും വേണ്ടത് അത്യാവശ്യമാണ്. നിഷയും ആനന്ദും അർജുനുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.